എല്ലാവർക്കും സ്മാർട്ട് അക്കാദമിയുടെ GK ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തതൊക്കെ പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ നമ്മൾ കാസർഗോഡ് ജില്ല പഠിച്ചു, പിന്നെ കുറച്ച് റിവോൾട്ട് പഠിച്ചു, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് പഠിച്ചു. നമുക്ക് തിരിച്ച് ഒരു ജില്ലയിലേക്ക് വരാം. കണ്ണൂർ ജില്ല. കാസർഗോഡ് നിന്ന് വടക്ക് നിന്ന് എടുക്കുമ്പോൾ കാസർഗോഡ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ്, ഏത് വർഷമാണ് കണ്ണൂർ ജില്ല ഫോം ചെയ്യുന്നത്? നമ്മളൊരു കോഡ് പഠിച്ചിരുന്നില്ലേ, 4 കോഡ്. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ, ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ട്, 80 82 84 വാപ്പ കസറി, EMI = 58 69 72. അതിൽ ഏത് കോഡ് എടുക്കുക കണ്ണൂരിന്? ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ടെന്നുള്ള കോഡാണ് നമുക്ക് കണ്ണൂർ ജില്ല ഫോം ചെയ്ത വർഷം അറിയാനായിട്ട്. അപ്പോൾ ആലപ്പാല കോഴിക്ക് 57 കണ്ണല്ലേ, അപ്പോൾ 57 ഫോം ചെയ്തതാണ് കണ്ണൂർ ജില്ല. അപ്പോൾ ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ട്. അപ്പോൾ 57 ഫോം ചെയ്ത ജില്ലകൾ ഏതൊക്കെയാ? ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് 1957 ഫോം ചെയ്ത ജില്ലകൾ. അതിൽ ആലപ്പുഴ ഒഴികെ ബാക്കി 3 ഫോം ചെയ്തത് 1957 ജനുവരി 1-നാണ്. ജനുവരി 1-നാണ് പാലക്കാടും കോഴിക്കോടും കണ്ണൂരും ഫോം ചെയ്തത്. നമ്മൾ കേരള സംസ്ഥാന രൂപീകരണം നടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാറാണ്. മലബാറിന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ഇവിടുത്തെ ഒരു ജില്ലയായിരുന്നു കേരളത്തിലെ. കേരളം എന്ന് പറയാൻ പറ്റില്ല. കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? മലബാറായിരുന്നു. ഈ മലബാറിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പാലക്കാട്, കോഴിക്കോട്, കണ്ണൂരും ഫോം ചെയ്തത്. അപ്പോൾ ഈ 3 മലബാറിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒറ്റ ദിവസം 1957 ജനുവരി 1-ന് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിവിഷൻ വന്നിട്ടാണ് നമുക്ക് വയനാടും മലപ്പുറം ജില്ലകൾ ഫോം ചെയ്തത്. അപ്പം മലബാറിന്റെ ഭാഗമാണ് ഇതൊക്കെ. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറമൊക്കെ മലബാറിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ 57 ജനുവരി 1-ന് കണ്ണൂർ ജില്ല ഫോം ചെയ്തു. ദെൻ ഞാൻ പറഞ്ഞു ആലപ്പുഴ ഒഴികെ ബാക്കി 3 ജനുവരി 1-ന്. അപ്പോൾ ആലപ്പുഴ എന്നാ? ആലപ്പുഴ ഓഗസ്റ്റ് 17-നാണ്. ആ ജില്ലയിലേക്ക് വരുമ്പോൾ പഠിക്കും, എന്നാലും ഞാൻ പറയാണ്. ആലപ്പുഴ ഓഗസ്റ്റ് 17 സ്വാഭാവികമായി ചിങ്ങം 1-നാണ്. അന്നാണ് ആലപ്പുഴ ജില്ല ഫോം ചെയ്തത്. ഓക്കെ, PSC എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീയതി അടക്കം. ആലപ്പുഴ ജില്ല ഫോം ചെയ്ത വർഷം 1957 ഓഗസ്റ്റ് 17 കേട്ടോ. അപ്പോൾ കണ്ണൂർ ജില്ല 1957 ജനുവരി 1-ന് ഫോം ചെയ്തു. എന്തൊക്കെ പേരിലാണ് കണ്ണൂർ ജില്ല അറിയപ്പെടുന്നത്? ഓരോ ജില്ലയ്ക്ക് ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ല എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ എന്ന് വെച്ചിട്ട് 2 പേരുണ്ട്. കേരളത്തിന്റെ കിരീടം, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ. കേരളത്തിന്റെ കിരീടം, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ. തറകളുടെയും തിറകളുടെയും നാട്. തറികളുടെയും തിറകളുടെയും നാട്. അതായത് ഈ എന്താ പറയുക, നെയ്ത്ത് വ്യവസായവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് തറികളുടെയും തിറകളുടെയും നാട്. അപ്പൊ അതോടൊപ്പം ആ വ്യവസായം എടുക്കാം, കൈത്തറി വ്യവസായങ്ങളുടെ നാട്. തറികളുടെയും തിറകളുടെയും നാട്, കൈത്തറി വ്യവസായങ്ങളുടെ നാട്. തെയ്യങ്ങളുടെ നാട്. അപ്പൊ തെയ്യം ഒരു കലയല്ലേ. നെക്സ്റ്റ് നാടൻ കലകളുടെ നാട്. അപ്പൊ അങ്ങനെ എടുത്താൽ മതി. കേരളത്തിന്റെ വെച്ചിട്ട് 2 പേര്. കേരളത്തിന്റെ കിരീടം, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ. പിന്നെ പറഞ്ഞു കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ട് തറികളുടെയും തിറകളുടെയും നാട്, കൈത്തറി വ്യവസായങ്ങളുടെ നാട്. നെക്സ്റ്റ് എന്താണ്? തെയ്യങ്ങളുടെ നാട്, നാടൻ കലകളുടെ നാട്. തെയ്യങ്ങളുടെ നാട്, നാടൻ കലകളുടെ നാട്. ടോളമി എന്ന ഒരു എഴുത്തുകാരുടെ കൃതികളിൽ നൗറ. ടോളമിയുടെ കൃതികളിൽ നൗറ, അറബ് രേഖകളിൽ ജുർഹത്താൻ. ടോളമിയുടെ കൃതികളിൽ നൗറ, അറബ് രേഖകളിൽ ജുർഹത്താൻ. ടോളമിയുടെ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്നൊരു കൃതിയിൽ നൗറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂരിനെയാണ് അറബ് രേഖകളിൽ ജുർഹത്താൻ എന്നാണ് കണ്ണൂരിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ കാസർഗോഡ് പഠിച്ച പറഞ്ഞില്ലേ, അറബ് രേഖകളിൽ കാസർഗോഡ് ഹെർക്യുല എന്നാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പേരുകൾ? കേരളത്തിന്റെ കിരീടം, കേരളത്തിന്റെ മാഞ്ചസ്റ്റർ, തറികളുടെയും തിറകളുടെയും നാട്, കൈത്തറി വ്യവസായങ്ങളുടെ നാട്, തെയ്യങ്ങളുടെ നാട്, നാടൻ കലകളുടെ നാട്. ടോളമിയുടെ കൃതികളിൽ നൗറ, അറബ് രേഖകളിൽ ജുർഹത്താൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല. അപ്പോൾ കണ്ണൂർ ജില്ല 1957 ജനുവരി 1-നാണ് ഫോം ചെയ്തത്. മലബാറിനെ ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്ത ജില്ലകളാണ് കണ്ണൂരും കോഴിക്കോടും പാലക്കാടും. 3 1957 ജനുവരി 1-നാണ് ഫോം ചെയ്തത്. ആലപ്പുഴ 57-നാണ് ഫോം ചെയ്തത്. ഓഗസ്റ്റ് 17-നാണ് ഫോം ചെയ്തത്. ഓക്കെ, ഫോളോ ചെയ്ത് അടുത്തത് നോക്കാം. അടുത്തത് കണ്ണൂർ ജില്ലയുടെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ജില്ല കാസർഗോഡ് എടുത്തപ്പോഴും ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്, ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂർ ജില്ലയാണ്. ദെൻ ആദ്യ ജില്ല എന്നുള്ള ഫീച്ചേഴ്സിന്റെ ഹെഡിൽ തന്നെ ആദ്യ ജില്ല എന്നുള്ള പോയിന്റുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല. അപ്പോൾ രണ്ടും ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. 100%
പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല, ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല. ഒന്നാമത് പറയുന്നത് കേരളത്തിലെ കാര്യമാണ്. കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്ട്, കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റ് ആണ്. കണ്ണൂർ മാത്രമല്ല, കണ്ണൂരും പാലക്കാടും 2010 കണ്ണൂരിനെയും പാലക്കാടിനെയും 2010 ഡിസംബർ 17 കണ്ണൂരിനെയും പാലക്കാടിനെയും കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്റ്റുകളായിട്ട് പ്രഖ്യാപിച്ചത്. അത് നാഷണൽ ഗവേണൻസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യ ജില്ല എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നാഷണൽ ഗവേണൻസ് പ്ലാൻ കേരളത്തിൽ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്തു. അതുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ ഡിസ്ട്രിക്റ്റായിട്ട് കണ്ണൂരിനെയും പാലക്കാടിനെയും 2010 ഡിസംബർ 17 പ്രഖ്യാപിച്ചത്. അതിനുശേഷം എറണാകുളത്തെ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ണൂർ പാലക്കാടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചില ബുക്കുകളിൽ എറണാകുളം കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ് കാണാനുണ്ട്. പക്ഷേ 2010 ശേഷമാണ് എറണാകുളത്തെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അത് കണ്ണൂരായിരുന്നു ഓപ്ഷൻ, കണ്ണൂരാണ് ആൻസർ കൊടുത്തിരുന്നത് PSCയിൽ കേട്ടോ. കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്ട്, അതിൽ പാലക്കാട് ഉണ്ടായിരുന്നില്ല ഓപ്ഷനിൽ, എറണാകുളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൂരായിരുന്നു. ആ ഒരു ആൻസർ കീ പ്രകാരം കണ്ണൂരാണ് PSC അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി എറണാകുളം പാലക്കാടും വരുമ്പോൾ PSC എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും പാലക്കാടും കണ്ണൂരും ഒരേ ദിവസമാണ് ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യ ജില്ല, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല, ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല, കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്ട്. അപ്പോൾ ആദ്യത്തെ വെച്ചിട്ട് 3 പോയിന്റ് കംപ്ലീറ്റ് ആയി. ഇനി കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ആണ്. അപ്പോൾ ഏറ്റവും അവസാനം രൂപീകൃതമായ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ കോർപ്പറേഷൻ ആണ്. 2015 കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. കേരളത്തിലെ ഏക കന്റോൺമെന്റ്, അപ്പൊ ഏക വെച്ചിട്ടൊരു പോയിന്റ്, ഏക കന്റോൺമെന്റ് സൈനിക താവളം. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ ഭരണശ്ശേരിയിലാണ്. കണ്ണൂർ ഭരണശ്ശേരിയിലാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ്. പിന്നെ ഇവിടെയുള്ള 3 വ്യവസായങ്ങളാണ്. സെറികൾച്ചർ വ്യവസായം, ബീഡി വ്യവസായം, കൈത്തറി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ലയാണ് കണ്ണൂർ ജില്ല. സെറികൾച്ചർ വ്യവസായം, ബീഡി വ്യവസായം, കൈത്തറി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. മൊറാഴ സമരം, കരിവെള്ളൂർ സമരം, ഉപ്പു സത്യാഗ്രഹം എന്നിവ നടന്ന ജില്ല. നമ്മൾ പഠിച്ചില്ലേ, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട റിവോൾട്ടൊക്കെ പഠിച്ചില്ലേ? മൊറാഴ സമരം, കരിവെള്ളൂർ സമരം, ഉപ്പു സത്യാഗ്രഹം. മൊറാഴ സമരം ഏത് വർഷമായിരുന്നു? 1914. കരിവെള്ളൂർ 1946, ഉപ്പു സത്യാഗ്രഹം 1930. അപ്പൊ ഇതൊക്കെ നടന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സിൽ ആദ്യം ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല. കാസർഗോഡ് എടുത്തപ്പോൾ അവിടെ ഫീച്ചേഴ്സിൽ ഞാൻ പറഞ്ഞിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ 2ാം സ്ഥാനത്തുള്ള ജില്ല കാസർഗോഡാണെന്ന്. അവിടെ തന്നെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി പഠിച്ചിരുന്നു ഫസ്റ്റ് കണ്ണൂരാണെന്ന്. അപ്പോൾ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല. നെക്സ്റ്റ് എന്താണ്? ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ്. കേരളത്തിലെ ആദ്യ ഡിസ്ട്രിക്റ്റുകളാണ് കണ്ണൂരും പാലക്കാടും. അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ആണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ആണ് കണ്ണൂരിലുള്ളത്. കണ്ണൂർ ഭരണശ്ശേരിയിലാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ്. സെറികൾച്ചർ വ്യവസായം, ബീഡി വ്യവസായം, കൈത്തറി വ്യവസായം എന്നിവയ്ക്ക് പ്രസിദ്ധമാണ്. മൊറാഴ സമരം, കരിവെള്ളൂർ സമരം, ഉപ്പു സത്യാഗ്രഹം എന്നിവ നടന്ന ജില്ല. ഇത്രയും എല്ലാവരും ഫോളോ ചെയ്തില്ലേ? ഇനി അടുത്തത് നോക്കാം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന്. ഏറ്റവും കൂടുതൽ എന്നുള്ള ഹെഡിങ്ങിൽ 3 കായും 3 സായും വെച്ചിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയെന്നുള്ളൂ. നിങ്ങൾ ആരും പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെക്കേണ്ട. കാ വെച്ചിട്ട് 3 പോയിന്റ്, സാ വെച്ചിട്ട് 3 പോയിന്റ്. കടൽ തീരം, കണ്ടൽക്കാടുകൾ, കശുവണ്ടി ഉത്പാദനം. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കശുവണ്ടി ഉത്പാദനം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. അപ്പോൾ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണെങ്കിൽ കുറവുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. PSC ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കടൽ തീരം ഏറ്റവും കുറവ് എവിടെയാണ്? കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ദെൻ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ്. കശുവണ്ടി ഉത്പാദനം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ. എന്നാൽ കശുവണ്ടി വ്യവസായങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ നേരെ റിവേഴ്സ് ആണ് വരുന്നത്. ഇവിടെ കണ്ട കടൽ തീരം കൂടുതൽ കണ്ണൂരാണെങ്കിൽ കുറവ് കൊല്ലം. കശുവണ്ടി ഉത്പാദനം കൂടുതൽ കണ്ണൂരാണെങ്കിൽ വ്യവസായങ്ങൾ എവിടെയാണ് കൂടുതൽ? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ 3 പഠിച്ചില്ലേ? കാ വെച്ചിട്ട് കടൽ തീരം, കണ്ടൽക്കാടുകൾ, കശുവണ്ടി ഉത്പാദനം എന്നിവ ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ കശുവണ്ടി ഉത്പാദനം കണ്ണൂരാണെങ്കിൽ കശുവണ്ടി വ്യവസായം കൊല്ലം എന്ന് പറഞ്ഞു. കശുമാവിൻ തോട്ടങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാ? ഞാൻ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡോസൾഫാനൊക്കെ എടുത്തപ്പോൾ. കശുമാവിൻ തോട്ടങ്ങൾ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിലാണ്. കശുമാവിൻ തോട്ടങ്ങൾ കൂടുതൽ കാസർഗോഡ്, കശുവണ്ടി ഉത്പാദനം കൂടുതൽ കണ്ണൂർ, കശുവണ്ടി വ്യവസായങ്ങൾ കൂടുതൽ കൊല്ലം. അപ്പോൾ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം. അത് തൃശ്ശൂർ ജില്ലയിലുണ്ട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ എന്ന സ്ഥലത്താണ്.
അപ്പൊ 2 കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ആനക്കയമാണ് PSC ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ കശുവണ്ടി ഉത്പാദനം കൂടുതൽ കണ്ണൂർ ജില്ലയിൽ, കശുമാവിൻ തോട്ടങ്ങൾ കൂടുതൽ കാസർഗോഡ്, കശുവണ്ടി വ്യവസായം കൂടുതൽ കൊല്ലം, കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയം, തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്തറ. അപ്പൊ കണ്ണൂർ ജില്ലയിൽ 3 കാര്യങ്ങൾ കൂടുതൽ എന്തൊക്കെയാണ്? കടൽ തീരം, കണ്ടൽക്കാടുകൾ, കശുവണ്ടി ഉത്പാദനം. സാധിച്ചിട്ട് 3 സ്ത്രീ പുരുഷാനുപാതം, സഹകരണ ആശുപത്രികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ. സ്ത്രീ പുരുഷാനുപാതം, സഹകരണ ആശുപത്രികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ എന്നിവ കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. അപ്പൊ സ്ത്രീ പുരുഷാനുപാതം കുറവ് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ത്രീ പുരുഷാനുപാതം കൂടുതൽ കണ്ണൂരാണ്, കുറവ് ഇടുക്കിയിലാണ്. അപ്പൊ 6 കാര്യങ്ങളിലാണ് കൂടുതൽ എന്ന് പ്രധാനപ്പെട്ടതായി ചോദിക്കുന്ന പോയിന്റുകൾ. ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കടൽ തീരം, കണ്ടൽക്കാടുകൾ, കശുവണ്ടി ഉത്പാദനം, സ്ത്രീ പുരുഷാനുപാതം, സഹകരണ ആശുപത്രികൾ, സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ എന്നിവ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. അടുത്തത് നോക്കിയാലോ? മനസ്സിലായില്ലേ? അടുത്തത് ഏറ്റവും കുറവ് പട്ടികജാതി നിരക്ക് കുറവുള്ള ജില്ലയാണ് കണ്ണൂർ. പട്ടികജാതി നിരക്ക് കൂടുതലുള്ളത് പാലക്കാടും. പട്ടികജാതിക്കാർ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള പട്ടികജാതി നിരക്ക് എന്നാണ്. പട്ടികജാതി നിരക്ക് കുറവുള്ളത് കണ്ണൂരും, കൂടുതൽ പാലക്കാടാണ്. അപ്പൊ അതൊന്നും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പട്ടികജാതിക്കാർ കൂടുതൽ, പട്ടികവർഗക്കാർ കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ട് നിരക്കൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. കൂടുതലാണ് ഇവിടെ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള പോയിന്റ്. നമുക്ക് അടുത്തത് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലമായ തലശ്ശേരിയെ കുറിച്ച് നോക്കാം. ഇനി അടുത്തത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ തലശ്ശേരിയെ കുറിച്ചുള്ള പോയിന്റുകളാണ്. ഒത്തിരി പോയിന്റുകളുണ്ട് തലശ്ശേരിയെ കുറിച്ച് പഠിക്കാനായിട്ട്. PSC ഒരുപാട് തവണ തലശ്ശേരിയെ കുറിച്ച് പല ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കാം. ഓക്കെ, തലശ്ശേരി നഗരത്തിന്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബ്രണ്ണൻ. എഡ്വേർഡ് ബ്രണ്ണൻ ആണ് തലശ്ശേരി നഗരത്തിന്റെ ശില്പി. തലശ്ശേരി നഗരത്തിന്റെ ശില്പി ആരാണ്? എഡ്വേർഡ് ബ്രണ്ണൻ. തലശ്ശേരി അറിയപ്പെടുന്ന പേരുകള്: കേരളത്തിന്റെ പാരീസ്, 3 സീകളുടെ നഗരം. 3 സീകളുടെ നഗരം, കേരളത്തിന്റെ പാരീസ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് തലശ്ശേരി. 3 സീകളുടെ നഗരം, കേരളത്തിന്റെ പാരീസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആരാണ് ശില്പി? എഡ്വേർഡ് ബ്രണ്ണൻ. എന്തൊക്കെ പേരിലാണ് തലശ്ശേരി അറിയപ്പെടുന്നത്? കേരളത്തിന്റെ പാരീസ് എന്നും 3 സീകളുടെ നഗരമെന്നും തലശ്ശേരി അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് 3 സി? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. എന്തുകൊണ്ടാണ് ഈ 3 സി എന്നൊക്കെ പറയുന്നത്? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ് എന്നൊക്കെ എന്താ പറയുന്നത്? നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ ബേക്കറിയാണ് മാമ്പള്ളീസ് ബേക്കറി. അത് സ്ഥാപിതമായത് തലശ്ശേരിയിലാണ്. അതുകൊണ്ടാണ് കേക്ക് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥാപിതമായ സ്ഥലമാണ് തലശ്ശേരി. അതുകൊണ്ടാണ് കേക്ക് എന്നുള്ളൊരു സിഗ്നിഫിക്കൻസ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ക്രിക്കറ്റ്. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലമാണ് തലശ്ശേരി. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലമാണ് തലശ്ശേരി. അതോടൊപ്പം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റും കൂടി ഉണ്ട്. കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ്ബാണ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്. കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ് ഏതാ? തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്. ഇത് കേക്ക് വെച്ചിട്ട് എന്താ പറഞ്ഞാൽ? കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥാപിതമായ സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ് ഏതാണ്? തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്. സർക്കസ്. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം, ഇന്ത്യൻ സർക്കസിന്റെ ജന്മസ്ഥലം. അപ്പൊ ഇന്ത്യൻ സർക്കസിന്റെ ജന്മസ്ഥലം, കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലം തലശ്ശേരിയാണ്. തലശ്ശേരിയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. തലശ്ശേരി നഗരത്തിന്റെ ശില്പി എഡ്വേർഡ് ബ്രണ്ണൻ ആണ്. യൂറോപ്യന്മാർ കേരളത്തിലെ പാരീസ് എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ് തലശ്ശേരി. 3 സീകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. അപ്പൊ 3 സി നമ്മൾ ഇങ്ങോട്ട് എടുത്തു. എന്തൊക്കെയാണ്? കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അപ്പൊ കേക്കിനെ കുറിച്ച് എന്ത് പറഞ്ഞു? കേരളത്തിലെ ആദ്യ ബേക്കറിയായ മാമ്പള്ളീസ് ബേക്കറി സ്ഥാപിതമായ സ്ഥലം. ക്രിക്കറ്റിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം. അതോടൊപ്പം എന്താണ്? കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ് ഏതാണ്? തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്. സർക്കസ് എന്താണ്? ഇന്ത്യൻ സർക്കസിന്റെ ജന്മസ്ഥലം, കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം. അപ്പൊ അതൊക്കെയാണ് ഇങ്ങനൊരു 3 സി അവിടെ വരാൻ കാരണം. അപ്പൊ സർക്കസ് പറഞ്ഞ പിന്നെ ഒരു പോയിന്റ് നോക്കാം. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് അല്ലെങ്കിൽ മലബാർ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കീലേരി കുഞ്ഞിക്കണ്ണനാണ്. മലബാർ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ്. അപ്പൊ സർക്കസുമായി ബന്ധപ്പെട്ട പോയിന്റ് കഴിഞ്ഞു. നമുക്ക് ഇവിടെ തന്നെ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കാം. ഇന്ത്യയിൽ ആദ്യമായി സർക്കസ് ഒക്കെ പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അവിടെ കണക്ട് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം എവിടെയാണ്? തലശ്ശേരിയിലാണ്. തലശ്ശേരിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പോയിന്റുകളെ ആയിട്ടുള്ളൂ. അപ്പൊ സർക്കസ് പഠിക്കുന്നതോടൊപ്പം ജിംനേഷ്യം കൂടി അവിടെ പഠിക്കും. ഇന്ത്യയിൽ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തലശ്ശേരി.
മറ്റൊരു 4 പോയിന്റ് തലശ്ശേരിയെ കുറിച്ചിട്ട്. ആദ്യത്തെ 3 നമുക്ക് വേണമെങ്കിൽ എസ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ കേട്ടോ. സയൻസ് കോൺഫറൻസ്, SBI ഹെറിറ്റേജ് ഹാൾ, സബ് രജിസ്ട്രാർ ഓഫീസ്. 2018 നടന്ന 30ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തലശ്ശേരിയാണ്. 2018 നടന്ന 30ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തലശ്ശേരിയായിരുന്നു. SBI ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം ആരംഭിച്ച സ്ഥലം. SBI ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം ആരംഭിച്ച സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ സബ് രജിസ്ട്രാർ ഓഫീസ്. കേരളത്തിലെ ആദ്യ സബ് രജിസ്ട്രാർ ഓഫീസ്. ഓവർബെറീസ് പോളി വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓവർബെറീസ് പോളി വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റിംഗ് പ്ലേസും ഉണ്ട് തലശ്ശേരിയിൽ. അപ്പൊ ആദ്യത്തെ 3 എസ് വെച്ചിട്ടാണ് 2018 നടന്ന 30ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തലശ്ശേരിയായിരുന്നു. SBI ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം ആരംഭിച്ച സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവ എവിടെയാണ്? തലശ്ശേരിയിലാണ്. ഓവർബെറീസ് പോളി വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തലശ്ശേരിയാണ്. എന്തൊക്കെയാ പറഞ്ഞത് തലശ്ശേരിയെ കുറിച്ച്? എഡ്വേർഡ് ബ്രണ്ണനാണ് ശില്പി. കേരളത്തിലെ പാരീസ് 3 സികളുടെ നഗരം എന്നറിയപ്പെടുന്നു. 3 സി: കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. അപ്പൊ കേക്കിന് എന്തെടുത്തു? കേരളത്തിലെ ആദ്യ ബേക്കറി. ക്രിക്കറ്റിനോ? ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യ ക്രിക്കറ്റ് ക്ലബ് ഏതാണ്? തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ്. സർക്കസ് എന്താണ്? ഇന്ത്യൻ സർക്കസിന്റെ ജന്മസ്ഥലം. കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രം. മലബാർ സർക്കസിന്റെ പിതാവാരാണ്? കീലേരി കുഞ്ഞിക്കണ്ണൻ. അതോടൊപ്പം എന്ത് പഠിച്ചു? ഇന്ത്യയിൽ ആദ്യമായി ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം ആരംഭിച്ച സ്ഥലവും തലശ്ശേരിയാണ്. 2018 നടന്ന 30ാമത് ശാസ്ത്ര കോൺഗ്രസ് വേദി. SBI ഹെറിറ്റേജ് ഗാലറി മ്യൂസിയം ആരംഭിച്ച സ്ഥലം. കേരളത്തിലെ ആദ്യ സബ് രജിസ്ട്രാർ ഓഫീസ് തലശ്ശേരിയിലാണ്. ഓവർബെറീസ് പോളി വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നിവ തലശ്ശേരിയിലാണ്. അപ്പൊ തലശ്ശേരിയെ കുറിച്ച് ഇത്രയും പോയിന്റുകൾ എല്ലാവരും ഫോളോ ചെയ്തില്ലേ? നമുക്ക് അടുത്ത പോയിന്റുകൾ നോക്കാം തലശ്ശേരിയെ കുറിച്ച്. അടുത്തത് തലശ്ശേരിയെ കുറിച്ചുള്ള മറ്റു പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യക്തി. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. 1927 സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ജീവിച്ചിരിക്കെ ഒരു വ്യക്തിയുടെ പ്രതിമ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് 1927 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടത് 1928 മരിക്കുന്നതിന് തലേ വർഷമാണ് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയ വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. അത് 1908. അപ്പൊ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു 1908 നടത്തി. 1927 ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രതിമ അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, ഈ പ്രതിമയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് തവാർലിയാണ്. പ്രതിമയുടെ ശില്പി തവാർലി. പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ ആണ് പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി. പ്രതിമയുടെ ശില്പി തവാർലി, പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തതാരാണ്? മൂർക്കോത്ത് കുമാരൻ. അപ്പൊ മൂർക്കോത്ത് കുമാരനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തലശ്ശേരിയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്, അതും കൂടി നോട്ട് ചെയ്യും. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം അത് മിതവാദിയാണ്. പിയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മിതവാദിയാണ്. നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ മിതവാദിയെ കുറിച്ചിട്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ പോയിന്റ് മാത്രം തലശ്ശേരിയെ സംബന്ധിച്ച് പറയാണ്. 1907 മൂർക്കോത്ത് കുമാരന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം മിതവാദിയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. വർഷം 1908. ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രതിമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു 1927. ഈ പ്രതിമയുടെ ശില്പി ആരാണ്? തവാർലി. പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. അപ്പോൾ 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്ത് കുമാരന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണമാണ് മിതവാദി. കിട്ടിയല്ലോ? തലശ്ശേരിയെ കുറിച്ച് ഒത്തിരി പോയിന്റ് ആണ്. പക്ഷെ നമ്മളിതിനെ കുറേശ്ശേരി പഠിച്ചുകൊണ്ട് വരികയാണ്. സെക്ഷനായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും നന്നായി കേൾക്കാം കേട്ടോ ക്ലാസ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് തലശ്ശേരിയിൽ നിന്നുള്ള അടുത്ത പോയിന്റ്. കേരളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം. കേരളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. ഈ 2 പത്രങ്ങളും ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിലാണ് പുറത്തിറങ്ങിയത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. ഇപ്പൊ കേരളത്തിലെ ആദ്യ പത്രം ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. രണ്ടാമത്തെ പത്രം ഏതാണ്? പശ്ചിമോദയം. അപ്പൊ ഈ 2 പത്രങ്ങൾ എവിടുന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ആരാണ് നേതൃത്വം നൽകിയത്? ഹെർമൻ ഗുണ്ടർ. ജർമ്മൻ മിഷണറി ആയ ഹെർമൻ ഗുണ്ടർട്ടാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിന് നേതൃത്വം നൽകിയ സംഘടനയാണ് ബാസൽ മിഷൻ സൊസൈറ്റി. അപ്പൊ ഈ പത്രങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ഹെർമൻ ഗുണ്ടർ.
ഏത് സംഘടനയാണ് നേതൃത്വം നൽകിയത്? ബാസൽ മിഷൻ സൊസൈറ്റി. 1856 ബാസൽ മിഷൻ സൊസൈറ്റി മലബാറിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ തലശ്ശേരിയിലാണ്. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1856 ബാസൽ മിഷൻ സൊസൈറ്റി മലബാറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരിയിലാണ്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? കേരളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം എന്താണ്? പശ്ചിമോദയം. ഇത് രണ്ടും തലശ്ശേരിയിലെ എല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിലാണ് പുറത്തിറങ്ങിയത്. ഇതിന് നേതൃത്വം വഹിച്ച സംഘടന ഏതാണ്? ബാസൽ മിഷൻ സൊസൈറ്റി. ഈ ബാസൽ മിഷൻ സൊസൈറ്റിയെ കുറിച്ച് ഒരു പോയിന്റ് ഒക്കെ ഇവിടെ എന്താ പറയാനുള്ളത്? 1856 മലബാറിൽ ഇംഗ്ലീഷ് സ്കൂള് ഈ സൊസൈറ്റി സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. ഓക്കെ, ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് തലശ്ശേരി കോട്ട. തലശ്ശേരി കോട്ട 1708 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പണിയെടുപ്പിച്ചത്. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഏത് വർഷം? 1708 പണിയെടുപ്പിച്ചത്. തലശ്ശേരി താലൂക്കിന്റെ പഴയ പേര് കോട്ടയം താലൂക്ക് എന്നായിരുന്നു. തലശ്ശേരി താലൂക്കിന്റെ പഴയ പേര് കോട്ടയം താലൂക്ക് എന്നായിരുന്നു. ഈ തലശ്ശേരി താലൂക്കിലാണ് പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തലശ്ശേരിയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് അതും തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരി താലൂക്കിലുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമല. മറ്റൊന്ന് എന്താണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതം. എന്നീ രണ്ടും സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് തലശ്ശേരി താലൂക്ക്. ഈ തലശ്ശേരി താലൂക്കിന്റെ പഴയ പേരെന്താ? കോട്ടയം താലൂക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് 1708 തലശ്ശേരി കോട്ട നിർമ്മിച്ചത്. ഈ ഡിഗ്രി ലെവൽ ഒരു എക്സാമിന് തലശ്ശേരിക്ക് പകരം തെല്ലിശ്ശേരി എന്ന സ്പെല്ലിംഗ് ആയിട്ട് വന്നിരുന്നു. തെല്ലിശ്ശേരി എന്നായിരുന്നു പഴയ പേര് തലശ്ശേരിയുടെ. പണ്ട് അറിയപ്പെടുന്ന തെല്ലിശ്ശേരി എന്ന് അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ തെല്ലിശ്ശേരികളൊന്നുമല്ല. അപ്പോൾ തലശ്ശേരി താലൂക്ക് കോട്ടയം താലൂക്ക് എന്നാണ് പഴയ പേര്. പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമല, കൊട്ടിയൂർ വന്യജീവി സങ്കേതം എന്നിവ സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് തലശ്ശേരി താലൂക്ക്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേരളത്തിലെ 17 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. 17ാമത്തെയാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. ഇത് 2011 നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? തലശ്ശേരി കോട്ട 1708 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ചു. തലശ്ശേരി താലൂക്ക് കോട്ടയം താലൂക്ക് എന്നാണ് പഴയ പേര്. എന്തൊക്കെയുണ്ട് അവിടെ? പഴശ്ശി യുദ്ധങ്ങൾക്ക് പ്രസിദ്ധമായ പുരളിമലയുണ്ട്, കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. അത് രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കേരളത്തിലെ 17ാമത്തെ വന്യജീവി സങ്കേതമാണ്. 2011 നിലവിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഈ സെഷനിൽ കണ്ണൂർ ജില്ലയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ തലശ്ശേരി ഒത്തിരി പോയിന്റുകൾ ഉണ്ടായിരുന്നു തലശ്ശേരിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയും എല്ലാവരും ഫോളോ ചെയ്തെന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം.